വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം വരുന്ന വാർത്ത സെക്രട്ടേറിയറ്റിലെ ജാതി അധിക്ഷേപമാണ്. ഭരണപരിഷ്കരണ വകുപ്പിലെ പ്രേമാനന്ദനെതിരെയാണ് സഹപ്രവർത്തക ജാതി അധിക്ഷേപത്തിന് പരാതി നൽകിയിരിക്കുന്നത്. ഓഫീസ് മാറിപ്പോയപ്പോൾ ഓഫീസിൽ ശുദ്ധികലശം നടത്തുമെന്ന് പ്രേമാനന്ദ് പറഞ്ഞുവെന്ന് കാണിച്ച് SC/ST കമ്മീഷനാണ് സഹപ്രവർത്തക പരാതി നൽകിയത്. സെക്രട്ടേറിയറ്റിൽ ജാതി അധിക്ഷേപം എന്നുള്ള പരാതിയുടെ വാർത്തയാണ് ആദ്യം വരുന്നത്. ഓഫീസിലെ ഭരണപരിഷ്കരണ വകുപ്പിലെ പ്രേമാനന്ദനെതിരെയാണ് സഹപ്രവർത്തക പരാതി നൽകിയിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, എപ്പോഴാണ് ഇത്തരത്തിലൊരു ജാതി അധിക്ഷേപം നടന്നു എന്നുള്ള രീതിയിൽ ഒരു പരാതി വരുന്നത്? നിലവിൽ എന്തെങ്കിലും നടപടികളിലേക്ക് ഈ SC/ST വകുപ്പ് കടന്നിട്ടുണ്ടോ? അതുല്യ, മെയ് 30-നാണ് ജീവനക്കാരി പരാതി നൽകിയതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെതിരെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഓഫീസ് അറ്റൻഡറാണ് പരാതിക്കാരി എന്ന് പറയുന്നത്. അതായത് ഈ പൊതുഭരണ വകുപ്പിലെ ജീവനക്കാരാണ് ഇരുവരും ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഭാഗത്ത് നിന്ന് തനിക്ക് ജാതീയമായിട്ട് അധിക്ഷേപം നേരിട്ടു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ പരാതി നൽകിയിരിക്കുന്നത്. ഏപ്രിൽ 1-ന് ഈ ജീവനക്കാരിക്ക് ദേവസ്വം ഡയറക്ടറുടെ ഓഫീസിൽ ജോലി മാറ്റം ലഭിക്കുകയാണ്. അങ്ങനെ അവർ പോകുന്നു. പിന്നീട് തന്റെ ബാഗ് പഴയ ഓഫീസിൽ മറന്നുവെക്കുകയും അത് എടുക്കാൻ വരികയും ചെയ്യുമ്പോഴാണ് തനിക്കെതിരെയുള്ള ഒരു ജാതീയമായിട്ടുള്ള അധിക്ഷേപം മറ്റ് ജീവനക്കാരോട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രേമാനന്ദ് പറയുന്നത് താൻ കേട്ടു എന്നുള്ളത് ജീവനക്കാരി പറയുന്നത്. അതായത് താൻ ഉപയോഗിച്ചിരുന്ന മേശയും കസേരയും മാറ്റി അവിടെ ശുദ്ധികലശം നടത്തണം എന്നുള്ളത് മറ്റ് ജീവനക്കാരോട് പ്രേമാനന്ദ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് താൻ കേട്ടു എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ ഈ ഓഫീസിൽ വന്ന സമയം മുതൽ തന്നെ തനിക്ക് എതിരെ അല്ലെങ്കിൽ തന്നോട് ദേഷ്യമായിട്ടാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പെരുമാറിയിരുന്നത്. അത് ആദ്യ സമയത്ത് തസ്തിക വ്യത്യാസം കൊണ്ടാണ് അത്തരത്തിൽ അദ്ദേഹം പെരുമാറിയിരുന്നത് എന്നുള്ളതാണ് ജീവനക്കാരി ഈ പരാതിയിൽ പറയുന്നത്. പിന്നീടാണ് ഇത്തരത്തിൽ ജാതീയമായിട്ടുള്ള ഒരു അധിക്ഷേപം അത് നേരിട്ട് തന്നെ കേൾക്കുന്ന ഒരു സാഹചര്യം അതുണ്ടായത്. തുടർന്ന് മെയ് 30-ന് SC/ST കമ്മീഷനും അതുപോലെ തന്നെ കന്റോൺമെന്റ് പോലീസിനും ജാതീയമായിട്ട് തനിക്ക് അധിക്ഷേപം നേരിടേണ്ടി വന്ന കാര്യം പരാതിയായിട്ട് തന്നെ ജീവനക്കാരി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ SC/ST കമ്മീഷനാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അതായത് പൊതുഭരണ വകുപ്പിലെ ജീവനക്കാരാണ് രണ്ടുപേരും. അതുപോലെ തന്നെ വകുപ്പിലെ ഡയറക്ടറോട് ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം SC/ST കമ്മീഷൻ ഇപ്പോൾ തേടിയിരിക്കുകയാണ്. അതേസമയം തന്നെ കന്റോൺമെന്റ് പോലീസിന് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ അന്വേഷണം നടത്താനുണ്ട്, പരിശോധന നടത്താനുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ, അതായത് ഇടത് സംഘടനയാണ്, ഇടത് സംഘടനയുടെ ഭാരവാഹിയാണ് ഈ പൊതുഭരണ വകുപ്പിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രേമാനന്ദ് എന്ന് പറയുന്നത്. ഇതേ സംഘടനയുടെ മെമ്പർ തന്നെയാണ് ഈ പരാതിക്കാരിയും എന്നുള്ളതാണ്. എന്തായാലും SC/ST കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസിന്റെ ഭാഗത്താണ് ഈ വിഷയത്തിൽ ഇനിയൊരു നടപടി തുടങ്ങേണ്ടത്. ശരി സൂര്യഗായത്രി, സെക്രട്ടേറിയറ്റിൽ ഇടത് സംഘടനാ നേതാവിനെതിരെ പ്രേമാനന്ദ് എന്ന് പറയുന്ന ഭരണപരിഷ്കരണ വകുപ്പിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെതിരെയാണ് ഇപ്പോൾ ഓഫീസ് അറ്റൻഡർ ആയിട്ടുള്ള സഹപ്രവർത്തക പരാതി നൽകിയിരിക്കുന്നത്. ജാതി അധിക്ഷേപം നടത്തി താൻ ഓഫീസ് മാറിപ്പോയപ്പോൾ ഉപയോഗിച്ചിരുന്ന കസേരയും മേശയും അടക്കമുള്ള സാധനങ്ങളിൽ ശുദ്ധികലശം നടത്തണമെന്ന് പ്രേമാനന്ദ് പറയുന്നത് കേട്ടു എന്നാണ് പരാതി. നിലവിൽ പ്രേമാനന്ദിനോട് SC/ST കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. അതിനു പുറമെ കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലാണ് ഇനി നടപടി വരാനുള്ളത്. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.